ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഞാനിന്ന് നമ്മുടെ നമ്മുടെ മലപ്പുറം പെരിന്തൽമണ്ണ എന്ന ഭാഗത്തെ ഒരു ഭംഗിയുള്ളൊരു സ്ഥലം കാണിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ചൊല്ലുണ്ടല്ലോ, മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്ന് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, അതിൻ്റെ ഭംഗി ആസ്വദിക്കാനുള്ള കഴിവും നമുക്കുണ്ടാവില്ല. നമ്മൾ വാഗമണ്ണ്, മൂന്നാർ, ഇടുക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ തേക്കടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ടുള്ള മലയും കുന്നും ചെരുവും പുഴയും തോടൊക്കെ നമ്മൾ പോയി ആസ്വദിച്ച് പോരും. പക്ഷേ നമ്മളെ സ്വന്തം നാടിന് അതിനേക്കാട്ടിലും ചിലപ്പോൾ ഭംഗി ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ കാണാൻ തയ്യാറാവില്ല, നമുക്ക് ശ്രമിക്കില്ല, അറിയില്ല, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയി നോക്കാനും പോണില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ഏത് നാട്ടുകാരാണെങ്കിലും ആ നാടിനൊരു ഭംഗിയുണ്ട്. ആ ഭംഗി ഫുള്ള് ആസ്വദിച്ചിട്ട് അടുത്ത നാട്ടിലേക്ക് പോയാൽ മതി. അപ്പോൾ സ്വന്തം നാട് ആസ്വദിക്കാൻ കഴിവില്ലാത്തവരാണ് അന്യനാട്ടിൽ കൂടെയൊക്കെ പൈസയും ചിലവാക്കി പോകുന്നത്. അപ്പോൾ ഞാനും ഈ ഒരു തരത്തിൽപ്പെട്ട തന്നെയാണ് കേട്ടോ. വേറെ വിഷയം മൂന്നാറും തേക്കടിയും പിന്നെ എന്താ പറയുക വാഗമണ്ണ്, കൊടൈക്കനാൽ, ഊട്ടി, മൈസൂരൊക്കെ പിന്നെ അവിടെ തന്നെ പോയാൽ തന്നെ മൈസൂരൊക്കെ കാണാൻ പറ്റുള്ളൂ. കാരണം അവിടെ മൈസൂർ പാലസും കാര്യങ്ങളൊക്കെ അതൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ലല്ലോ. ഇല്ലയെന്നല്ല, പാലക്കാടൊക്കെ എന്തൊക്കെയുണ്ടോ, ടിപ്പു സുൽത്താൻ്റെ കോട്ടയം അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല, നമ്മുടെ നാട്ടിൽ കുറച്ച് കുന്നും ചെരുവും. ഇപ്പോൾ വാഗമണ്ണ് അതുപോലെ മൂന്നാറൊക്കെ പോകുമ്പോൾ കുറേ കുന്നും മലകളും ചെരുവുകളൊക്കെയാണ് കാണാനുള്ളത്. ആ സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും അതിനേക്കാട്ടിലും മനോഹരമായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം, കാണണേ. ഹലോ. അപ്പോൾ അത് കുറേ കാലത്തിന് ശേഷം നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ലാമിനെയും കൊണ്ടൊന്ന് പുറത്ത് പോകണമെന്ന് പറയാമെന്നല്ലാതെ അൻവർക്ക് ബിസിയായ കാരണം പുറത്ത് പോകാൻ പറ്റാറില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ആ പാടുണ്ടല്ലോ, ഞാൻ എപ്പോഴും വീഡിയോ ഇടുന്നത് ആ പാടത്തിൻ്റെ ഫുൾ ഭാഗങ്ങളാണ് കേട്ടോ. രണ്ട് സൈഡും പാടാണേ. പക്ഷെ ഇതിൻ്റെ അപ്പുറത്ത് നല്ല വീതിയിലൊരു തോടൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഫുള്ളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇനി എന്നും പാടിട്ട് നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ പാടവും തോടും പറമ്പൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ആ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. ആദ്യമൊക്കെ അൻവർക്ക് ഫ്രീ ഉള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി സമയത്തൊക്കെ നമ്മൾ തൊട്ടടുത്ത പാർക്കിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എന്തെങ്കിലും ഏരിയയിലൊക്കെ വന്നിരിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് അൻവർക്കൊക്കെ ഒന്നില്ലെങ്കിൽ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മഴയായിരിക്കും, അപ്പോൾ വരാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അത് മുടങ്ങും കേട്ടോ. അപ്പോൾ കുറേ കാലമായി ഇപ്പോൾ സത്യം പറഞ്ഞാൽ ലാമിനെയും കൊണ്ടൊന്ന് പുറത്തിറങ്ങിയിട്ട്. ഇപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുള്ളത് നമ്മുടെ മലപ്പുറം പെരിന്തൽമണ്ണ ഭാഗത്ത്, അതായത് പാലക്കാട് റൂട്ടിൽ ഒരു കൊടികുത്തിമല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നല്ല വ്യൂ ആണ്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ അങ്ങാടിപ്പുറത്തുള്ളൊരു പ്രശസ്തമായൊരു അമ്പലമാണ് കേട്ടോ. ഇവിടെ 3 അമ്പലം അടുത്തടുത്തുണ്ട് കേട്ടോ നമ്മുടെ അങ്ങാടിപ്പുറത്ത് ഭാഗത്ത്. ഇത് തിരുമടാംകുന്ന് അമ്പലം എന്ന് പറയുന്ന അമ്പലമാണേ. ഇത് പിന്നെ നമ്മളെ ഓവർ ബ്രിഡ്ജാണ് കേട്ടോ. ഇതുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല, എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ ബ്ലോക്കൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ 24 മണിക്കൂറും പറഞ്ഞ പോലെ ഫുൾ ബ്ലോക്ക് ആയിരിക്കും കേട്ടോ. ഇവിടുന്ന് ഉറുമ്പരിക്കും പോലെ അരിച്ചേ പോകാൻ പറ്റുള്ളൂ. താഴെ കൂടെ ഇതിൻ്റെ താഴെ ഇതാട്ടോ റെയിൽവേ ഇതാണേ. അപ്പോൾ ഈ ഓവർ ബ്രിഡ്ജ് കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ബ്ലോക്കിൻ്റെ സമയത്ത് നല്ല ബ്ലോക്ക് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം അങ്ങാടിപ്പുറത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ഫേമസ് ബ്ലോക്കാണേ. ഇതാണ് നമ്മളെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഈ റോഡിൽ നിന്നാണ് പോകണം, കുറച്ച് താഴോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പെരിന്തൽമണ്ണ ടൗണ് തുടങ്ങണത് കേട്ടോ. 4 ഭാഗവും പെരിന്തൽമണ്ണ ടൗൺ തന്നെയാണ് കേട്ടോ. നമുക്ക് പോകേണ്ടത് പിന്നെ പാലക്കാട് റൂട്ടാണേ. പാലക്കാട് അമ്മണിക്കാട് എന്നൊക്കെ പറഞ്ഞാൽ, അതായത് EMS റോഡുണ്ടല്ലോ, EMSക്ക് വന്നവർക്കൊക്കെ അറിയാൻ പറ്റും. EMS ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞ് പോകണം. കൊടികുത്തിമല എന്ന് പറയും. കണ്ടോ, കാണുന്ന മല ഉണ്ടോ? ആ മലൻ്റെ അവിടെ എത്തണം നമ്മൾ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ EMS ഹോസ്പിറ്റൽ, അതായത് പെരിന്തൽമണ്ണ EMS ഹോസ്പിറ്റൽ കേട്ടിട്ടില്ലേ, അതാണ് കേട്ടോ അത്. പിന്നെ ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററൊക്കെ ദൂരം ഉണ്ട് തോന്നണം കേട്ടോ കൊടികുത്തിമലയിലേക്ക്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്നു, കൊടികുത്തിമലയിലേക്കുള്ള റോഡിലേക്ക് തിരിഞ്ഞു കേട്ടോ. അമ്മണിക്കാടോ അങ്ങനെ എന്തൊരു സ്ഥലമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് കൊടികുത്തിമലയിലേക്ക് പോകുന്നു കേട്ടോ. ഈ റോഡ് അത്രയ്ക്ക് നല്ല മെച്ചമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പാടല്ലേ, അതേപോലെ ഒരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. അതേപോലെ കൃഷി ചെയ്തിട്ടുള്ള നെല്ലൊക്കെ ആയിട്ടുള്ള പാടം, 2 സൈഡിലും നടുക്ക് റോഡും കുളവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പാടം എവിടെയാണെങ്കിലും ഭംഗിയാണല്ലോ. നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള അതേപോലെ തന്നെ കേട്ടോ. ഈ പരിസരം കണ്ടിട്ട് അതേപോലെ ഫീൽ ചെയ്തു കേട്ടോ. ഇവിടുന്ന് ഇനി കുറേ കുന്നും മലയൊക്കെ താണ്ടി പോകണം കേട്ടോ. റബ്ബർ തോട്ടമാണ്, ചുറ്റും റബ്ബർ തോട്ടം. അങ്ങനെ കാണാൻ നല്ല ഭംഗിയില്ല. ഫോറസ്റ്റൊന്നും അല്ല കേട്ടോ, ഒക്കെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. നമ്മൾ ഈ കുന്നും മലയൊക്കെ താണ്ടി വരുമ്പോൾ ഈ റബ്ബർ തോട്ടം ഇങ്ങനെയുള്ള കാടുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും എന്താ വലിയ പ്രത്യേകിച്ചൊന്നും തോന്നണമൊന്നുമില്ല. കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഭംഗി കാണുക കേട്ടോ. ഇവിടെ ഇപ്പോൾ കുട്ടികൾക്കുള്ള പാർക്കുകളും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ലാമി ഇത് ലക്ഷ്യം വെച്ചാൽ വന്നത്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയം 2:15, 2:30 സമയമാണ്. ആ സമയത്ത് ആ പാർക്കുകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല.
കാരണം 4 മണി ആവാതെ തുറക്കില്ല. 4 മണിക്ക് ശേഷം അവിടെ ഒരുപാട് ആളുകളായിരിക്കും. പക്ഷേ 6 മണിയാകുമ്പോൾ എല്ലാത്തിനെയും പുറത്താക്കും കേട്ടോ. അപ്പോൾ നമ്മൾ അൻവർക്കാക്ക് ഒഴിവിനനുസരിച്ചല്ലേ നമ്മൾ പോണത്. പിന്നെ ഒരു വെയിലും ഇല്ല മഴയില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു, ഒരു മഞ്ഞ് പോലെ. അപ്പോൾ അതുകൊണ്ട് അവിടെ ചൂടോ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ നട്ടുച്ചക്കൊന്നും വരാൻ കഴിയില്ല കേട്ടോ, നല്ല ചൂടായിരിക്കും. പക്ഷേ ഈ സമയത്ത് ഞങ്ങൾ പോയ സമയത്ത് 2 മണി 2:15 സമയമെങ്കിലും ഒട്ടും ചൂടുണ്ടായിരുന്നില്ല. കാരണം മഴയില്ല വെയിലും ഇല്ലാത്തൊരവസ്ഥ, നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ കുറേ ചെക്കന്മാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലാണ് ഇവിടുത്തെ ഭംഗി. ഇവിടെ ഏറ്റവും മേലെ എത്തിക്കഴിഞ്ഞാലാണ് നല്ല ഭംഗി കേട്ടോ കാണാൻ. അപ്പോൾ അവിടെയുള്ള താഴ്വരകൾ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് സത്യം പറഞ്ഞത് നമ്മുടെ നാട് തന്നെയാണോ എന്ന് തോന്നിപ്പോകും. കാരണം പിന്നെ ഞാനൊക്കെ പോയോടത്ത് എനിക്ക് തോന്നുന്നു വാഗമണ്ണിലൊക്കെയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെ ഇത്രയും നല്ലൊരു ഭംഗിയുള്ള സ്ഥലം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടോ എന്ന് അത്ഭുതമായി പോകും കേട്ടോ. പിന്നെ കുറേ ഇണക്കുരുവികൾ അവിടെ ഇവിടെയൊക്കെ കൂട് കൂട്ടി നിൽക്കണം കണ്ടു കേട്ടോ. കാരണം കല്യാണം കഴിഞ്ഞതും കഴിയാത്തതും ഒക്കെ ഉണ്ട്. കാരണം ഇതിങ്ങനെ കാടല്ലേ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ബൈക്കുമ്പോഴും കാറിലൊക്കെ വന്നിരുന്നിട്ട് കുറുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാണാം, എന്താ പറയുക, ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ, പറയാൻ പറ്റില്ല. കാരണം 4 മണിക്ക് ശേഷമാണെങ്കിൽ ഭയങ്കര കാറ്റും, എന്താ പറയുക, ഒരു പ്രത്യേക എനർജി ആയിരിക്കും കേട്ടോ അവിടെ വരുമ്പോൾ. പിന്നെ ഈ പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് അറബികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ താമസിക്കാനുള്ള റിസോർട്ടുകളാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ താഴ്വരകൾ കംപ്ലീറ്റ് കാണാൻ പറ്റും കേട്ടോ. നമ്മളെ പെരിന്തൽമണ്ണ ഫുള്ള് എന്ന് പറഞ്ഞ പോലെ കാണാൻ പറ്റും, 4 ഭാഗവും കാണാൻ പറ്റും. അപ്പോൾ അവിടെ റിസോർട്ടുകളൊക്കെ ചെറുതുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വന്ന് താമസിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. കണ്ടില്ലേ, അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തരിങ്ങനെ കുരുവികൾ കൂട് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് ഭാഗം കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം കൊടികുത്തിമല എന്ന് പറയുന്ന ആ എൻട്രൻസിൽ നമ്മൾ എത്തി കേട്ടോ. ഇവിടെയും പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറണം. പക്ഷേ ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. കാരണം മോളെ ഒറ്റയ്ക്ക് നടത്താനും പറ്റില്ല, അവളെ എടുത്ത് നടക്കാനും കഴിയില്ല. കാരണം അങ്ങനെ കുന്നും ചെരുവും ഭയങ്കര നന്നായി ശ്രദ്ധിച്ച് നടക്കണം. കാരണം അങ്ങനെയുള്ള ചെരുവുകളാണേ. അപ്പോൾ ബുദ്ധിമുട്ടാണ്, അവൾക്ക് നടക്കാൻ കഴിയുമെന്ന് തോന്നണില്ല. പിന്നെ എനിക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അതിൽ ഒരുപാട് പ്രാവശ്യം പോയതാണ്. അതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല അതിൻ്റെ അകത്തേക്ക് പോകാനൊന്നും. അപ്പോൾ ഞാൻ പറഞ്ഞത്രയൊക്കെ മതി. കാരണം കാണാനുള്ളത് അതിൻ്റെ മേലെ പോയിട്ടും ഈ ഭാഗത്തേക്ക് തന്നെയാണ് നോക്കാനുള്ളത്, ഇവിടുന്നോ തന്നെയാണ് നോക്കാനുള്ളത്. അപ്പോൾ പിന്നെ വെറുതെ ടിക്കറ്റ് കൊടുത്ത് അതിനകത്ത് കയറണ്ടല്ലോ. പിന്നെ ഇവൾക്കും തന്നെ അവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സാധനമില്ല അവിടെ. കാരണം അവൾക്ക് പാർക്ക്, ഊഞ്ഞാൽ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് ഇഷ്ടം നമ്മളെ വലിയവരെ പോലെയല്ലല്ലോ അവർ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് പാർക്കിലൊക്കെ പോകാട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ഇരിക്കണം കേട്ടോ. അവളെ മൂടേ അല്ല, അവൾക്കൊക്കെ ദേഷ്യം പിടിച്ചിരിക്കണം. അൻവർക്ക് അത് പരിചയമുള്ള ആരെയും കണ്ടപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ലാമിക്ക് ഒന്നും കാണണ്ട, എനിക്ക് പാർക്ക് പോയാൽ മതി, എനിക്കിവിടെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവളിങ്ങനെ ഈ താഴ്വരകളും മല കുന്ന് ഇങ്ങനത്തെ ഒന്നും അവൾക്ക് എന്താ പറയുക, അവൾ കാണുന്നില്ല എന്നാണ് തോന്നുന്നത്. അവളെ മനസ്സ് ഫുള്ള് പാർക്കിലാണ്. ആ പാർക്കാണെങ്കിൽ അടവാണ്. കാരണം 2:15 2:30 സമയമാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ചൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നേരെ തിരിച്ചു പോകുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ പകുതി നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ സ്പീഡിൽ പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. കൂടുതലൊന്നും എടുത്താൽ ഒരുപാട് ലെങ്ത്ത് കൂടി പോകില്ലെന്ന് വിചാരിച്ചിട്ട്. കാരണം ഇവിടെയാണ് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം കേട്ടോ. കാരണം മറ്റിടത്തിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്ന് ആ ഭാഗമൊക്കെ നോക്കിയിരുന്നു കേട്ടോ. കാരണം ആ മല നിൽക്കുന്നത് ഒരു റൗണ്ടാണ് തോന്നിപ്പോകും ഇവിടെ നിന്നാട്ടോ. കാരണം അങ്ങനെയാണ് അതിൻ്റെ കിടപ്പ്. കാരണം താഴ്വര കാണുന്നുണ്ടല്ലേ, അത് നമ്മളെ ആ EMS ഹോസ്പിറ്റൽ ആ ഭാഗം ഫുള്ള് നമുക്ക് ഈ കുന്നും വന്നാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് സമയം ഞങ്ങളിവിടെ നിന്നു കേട്ടോ. സെൽഫിയും ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് കുറച്ച് സമയം ഇവിടെ നിന്നു കേട്ടോ. പിന്നെ ലാമിൻ്റെ ഏതായാലും വന്നതല്ലേ, അപ്പോൾ ലാമിൻ്റെ മൂഡ് ശരിയാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. പൈനാപ്പിളും അവൾക്ക് മാങ്ങ മതി എന്ന് പറഞ്ഞിട്ട് മാങ്ങയൊക്കെ വാങ്ങിക്കൊടുത്ത് അതൊക്കെ കഴിച്ചു. അങ്ങനെ അവളെ മൂടൊന്നാലും ശരിയാവണില്ല കേട്ടോ. അവൾക്ക് ആ പാർക്ക് മാത്രമാണ് ലക്ഷ്യം. പാർക്കിൽ എന്തൊക്കെയോ മനസ്സിലുണ്ട്. അതിന് വേണ്ടിയിട്ട് ദേഷ്യം പിടിച്ച് മോന്തയും കനിപ്പിച്ചായിരുന്നു നിന്നിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ തട്ടിമുട്ടിയൊക്കെ നിന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ടന്നെ ഇറങ്ങി പോകുന്നു കേട്ടോ. ഇവിടെ കുട്ടികളെ മയക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. കുട്ടികളെ കളിക്കാൻ കുറച്ചും കൂടി അപ്പുറത്ത് എന്നിട്ട് 4 മണിയാകുമ്പോഴത്തേക്കും കടകളും എല്ലാം തുറക്കുള്ളൂ കേട്ടോ. കാരണം അപ്പോഴേക്കാണ് ജനങ്ങൾ ഫുള്ള് വരിക. ആ സമയത്ത് നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് അൻവർക്കാക്ക് എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സമയമാകുമ്പോൾ വീട്ടിലെത്തണം പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. എനിക്കാണെങ്കിൽ അവിടെ കണ്ടിട്ട് ഇഷ്ടം കൊണ്ട് അവിടെ നിന്ന് പോരാനും തോന്നണില്ല. ഞാൻ കുറേ നേരം അവിടെ നോക്കിയിരുന്നു കേട്ടോ. കൊടികുത്തിമലയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം അതാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 4 ഭാഗം കാണാൻ പറ്റും. ഒരു എന്താ പറയുക, അതവിടെ വന്ന് നോക്കി തന്നെ വേണം. അത്രയും ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ കൊടികുത്തിമലയിൽ. അവിടെ ആ മലമ്മ പോയി നിന്നിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഈ ചുറ്റും താഴ്വരയായിട്ട് കാണാം കേട്ടോ. അവിടെ കുറേ നേരമൊക്കെ നിന്ന് ഞങ്ങൾ പിന്നെ ആ വണ്ടി അങ്ങനെ പതുക്കെ എടുത്തിട്ട് പോന്നു.
ഇതാ പാർക്കാണ് കേട്ടോ. ഇതാ 4 മണിയാവാതെ അവർ തുറക്കൂല. ഇവിടെ ആൾ പോലും ഇല്ല. നമ്മൾ വെറുതെ അവിടെ നിന്നിട്ട് കാര്യമില്ല. 4 മണി ആകുമ്പോഴേക്കും ആളുകൾ തന്നെ എത്തുള്ളൂ. ടിക്കറ്റ് കൊടുക്കാനും ഗേറ്റ് തുറക്കാനൊക്കെ ആൾ വരുള്ളൂ. അതുവരെ അവിടെ ആളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ലാമിക്ക് അതും കൂടി കണ്ടപ്പോൾ ഒന്നും കൂടി പ്രഷർ കൂടിയിട്ടോ. ഞാൻ അൻവർഖാനോട് പറയായിരുന്നേ, ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു 5 സെൻറ്റ് സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വീട് വെക്കായിരുന്നു നീ. അപ്പോൾ അൻവർഖാൻ എന്നോട് പറയാം, ആദ്യം പറഞ്ഞിരുന്ന നീ ഒരു പാടവക്കത്തൊരു വീട് വേണം, അതല്ലെങ്കിൽ ഒരു പുഴവക്കത്തായിരിക്കണം വീട്, നല്ല രസമായിരിക്കും, നല്ല കാറ്റായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ 2018 മുതൽ വെള്ളപ്പൊക്കം വന്നല്ലോ. അതിനുശേഷം ഞാൻ പാടത്ത് വീട് വേണം, അതുപോലെ പുഴവക്കത്ത് വീട് വേണം, ആ ആഗ്രഹം ഞാൻ അങ്ങോട്ട് ഉപേക്ഷിച്ചു. കാരണം എനിക്ക് പേടിയായി. പിന്നെ അതുപോലെ ഇപ്പോൾ മലയുടെ മുകളിൽ വേണമെന്ന് പറഞ്ഞാൽ മല ഇടിയൂലേന്ന് ചോദിക്കട്ടെ അൻവർഖാനോട്. അപ്പോൾ ലാമിക്ക് പാർക്കിൽ കയറാൻ പറ്റാത്ത വിഷമം തീർക്കാൻ ഇവിടെ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞു പാർക്കുണ്ട്. അവിടെ നിന്ന് കയറി അവളെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അവിടെ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ അവിടെ 4 മണിക്ക് തുറക്കുള്ളൂ. ഓപ്പൺ ചെയ്യാൻ ടൈം ആയിട്ടില്ല, 4 മണി ആവുമെന്ന് പറഞ്ഞു. ഈ പരിസരത്താണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 4 മണിക്ക് ഓപ്പൺ ചെയ്യുള്ളൂ എന്നുള്ളത്. ഇവിടെയാണെങ്കിൽ ആരും കാണൂല, ഒരു ഈച്ച പോലും ഇല്ല. ആകെ ഒരു ചെക്കൻ ഇരിക്കുന്നുണ്ട് അവിടെ, മറ്റേ ആ ഫുഡ് കൊണ്ട് കൊടുക്കണ ഡെലിവറി ബോയ്. ഇതിനകത്ത് കുറച്ച് പണിക്കാരും ഉണ്ട്, എന്തൊക്കെയോ ലൈറ്റ് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ. ക്രിസ്മസൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ലൈറ്റ് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യണ കുറച്ച് പണിക്കാരുണ്ട് അതിനകത്ത്. അപ്പോൾ ലാമി കുറുമ്പിടിച്ചിട്ട് അൻവർക്ക് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവളെട്ടോ. സോപ്പിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായയൊക്കെ മേലൊക്കെ കളഞ്ഞിട്ടുണ്ട്, അതിനോടൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അൻവർക്ക് പിന്നെ അതിനകത്ത് കയറിയിട്ട് അതിൻ്റെ സെക്യൂരിറ്റിനെ കണ്ടപ്പോൾ അതിൻ്റെ ഓണർക്ക് വിളിച്ച് ഫോൺ കൈമാറി, മോളെയും കൊണ്ടൊന്ന് കയറട്ടെ, ഞങ്ങൾക്ക് 4 മണിയാകുമ്പോൾ തിരിച്ചു പോകാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഓക്കെ കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാത്രം അതിനകത്ത് വിട്ടു കേട്ടോ. അതിനകത്ത് കുറച്ച് പണിക്കാരും ഉണ്ടായി, ഞങ്ങൾ 3 പേരും ഉണ്ടായി. പിന്നെ എന്താ ചുരുക്കി പറഞ്ഞാൽ പരമസുഖം. കാരണം വേറെയുള്ള കുട്ടികളെ കൂട്ടിയിടിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരുപാട് ജനങ്ങൾക്കിടയിൽ ഓടിക്കളിക്കുമ്പോൾ നമുക്കും പിന്നാലെ നടക്കാനും കഴിയില്ല, ബുദ്ധിമുട്ടാണല്ലോ. അങ്ങനെ അവൾ ഒറ്റയ്ക്ക് കുറേ എൻജോയ് ചെയ്തിട്ടോ. കുട്ടികൾ വേറെ ഒന്നും ഇല്ല എന്നുള്ള വിഷമമൊന്നും അവൾക്കില്ല കേട്ടോ. അവൾ മാക്സിമം പിടിച്ച് തൂങ്ങി കയറി അതിൻ്റെ ഇടയിലൊന്ന് മാറി മാറി അവൾക്കൊപ്പം നിന്നെങ്കിലും ഒരാൾ പോയി റെസ്റ്റ് എടുക്കും, എവിടെയെങ്കിലും ഒരു ഭാഗത്ത് പോയി ഇരിക്കും, അവൾ കളിക്കുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൂടെ നിൽക്കും. അങ്ങനെ അങ്ങനെ ആയി അവസാനം അൻവർക്കയും അവളും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ ഈ സാധനത്തിൻ്റെ മേലെന്ന് താഴോട്ട് വീണു. ഇങ്ങനെ പിടിച്ച് തൂങ്ങി കയറായിരുന്നു. അങ്ങനെ കയറിയപ്പോൾ അൻവർക്ക് എന്തോ പോക്കരുന്ന് ഫോൺ എടുത്തപ്പോഴേക്കും കുട്ടികളെ നോക്കണമെങ്കിൽ നല്ല 40 കണ്ണൊക്കെ വേണം. അപ്പോൾ അൻവർക്കാൻ്റെ ഇത്തിരി വേവ് പറ്റി, ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും മോള് എവിടെ പിടിച്ച് തൂങ്ങിയിട്ട് താഴോട്ട് വീണ്. ഇപ്പോൾ കൈയിൻ്റെ ഇതിൻ്റെ അവിടെ ഒരു വേദനയൊക്കെ ഉണ്ട് കേട്ടോ. പോയി നോക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് അനങ്ങാതൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം വീക്കം, നീര്, അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത കാരണം അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാതും കഴിഞ്ഞ് ആ വീഴ്ചയോട് കൂടി ഞങ്ങൾ മതിയാക്കി പോരുകയാണ് ചെയ്തത് കേട്ടോ. മാക്സിമം കണ്ടോ, അതൊക്കെ ഇത്രയും ഒരുപാട് കാര്യങ്ങൾ അവൾ ചെയ്തിട്ടുണ്ട്. എല്ലാതും ചെയ്ത് ഇപ്പോൾ ലാസ്റ്റ് ഘട്ടെത്തിയപ്പോൾ വീണപ്പോൾ പിന്നെ പല്ലുമെന്ന് ചുണ്ടൊക്കെ പൊട്ടി ബ്ലഡൊക്കെ വന്നു. അത് കണ്ടപ്പോൾ അവൾക്ക് പേടിയായി. പിന്നെ കയ്യിന് വേദന ഇപ്പോൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാരണം ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. പക്ഷേ വീക്കൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ പൊട്ടലൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. ഇനിയും കരയാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയി എക്സ്റേ എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെയൊക്കെ ഇന്നലെ അങ്ങനെ ഒരു എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. മോളെ ഇഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. പാർക്ക് കൂടെ കറങ്ങലും, അവർ ആ പ്രായമാണല്ലോ. അപ്പോൾ നമുക്ക് കിട്ടാത്ത സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ മക്കൾക്ക്, അപ്പോൾ നമുക്ക് കിട്ടാത്ത സന്തോഷവും സമാധാനമൊക്കെ കുട്ടികൾക്ക് കിട്ടട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ, അല്ലാതെ നമുക്ക് വേറെ ആരുമില്ല. പിന്നെ ഇനിയിപ്പോൾ കാണാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും ഓപ്പൺ ആക്കിയെങ്കിലും വെക്കണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഇനി വേറെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.